വെറും മൂന്നേ മൂന്ന് സാധനങ്ങൾ കൊണ്ട് നമ്മുടെ പൂജാമുറിയിലെ വിളക്കും തട്ടവും കിണ്ടിയും എല്ലാം വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കിയെടുക്കാം. ദേ ഞാൻ അങ്ങനെ ആക്കിയെടുത്തതാണ്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ബേക്കിംഗ് സോഡയാണ് എടുത്തത്. പിന്നെ ഇത് ഡിഷ് വാഷ് ലിക്വിഡാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ പാമോളിവാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മൂന്നാമതായിട്ട് ഉപയോഗിക്കുന്നത് വിനീഗറാണ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലക്ഷ്മി വിളക്കായാലും തട്ടോ ആയാലും ഇതേപോലെ നന്നായിട്ട് അതിൽ ഫുള്ള് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു 10-20 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഉടനെ വാഷ് ചെയ്യരുത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് പിടിക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരുപാട് ക്ലാവൊക്കെ പിടിച്ച വിളക്കാണെങ്കിൽ നമുക്ക് മെറ്റലിൻ്റെ ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ദേ ഒന്ന് കഴുകി നോക്കിയതാണ്. കണ്ടോ, നന്നായിട്ട് തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഇരിക്കും കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിലുള്ള മറ്റ് തൂക്കുവിളക്കും ലക്ഷ്മി വിളക്കും കൂടെ പോയി എടുത്തുകൊണ്ട് വന്നു. എന്തായാലും ഓണം വരെയല്ലേ, എപ്പോഴായാലും കഴുകണം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങ് ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓരോന്നിലും എടുത്ത് ഇത് തേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് തീരുമ്പോൾ നമുക്ക് വീണ്ടും മിക്സ് ചെയ്ത് തേക്കാം. ഇതിന് യാതൊരു റിയാക്ഷനോ ഒന്നുമില്ല. പക്ഷേ ഇത് ഓവർ നൈറ്റ് വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. തേച്ച് നന്നായിട്ട് വെളുക്കട്ടെ എന്ന് പറഞ്ഞൊന്നും വെക്കരുത്. അപ്പോഴത്തേക്ക് അതിൻ്റെ നിറം മാറും. ഒരു 20 മിനിറ്റ് വെച്ചാൽ മതിയാവും കേട്ടോ. എന്നിട്ട് അതിനെ ഓരോന്നിനെ എടുത്ത് നന്നായിട്ട് ഒരു സ്ക്രബ്ബറില്ലേ, മെറ്റലിൻ്റെ സ്ക്രബ്ബറോ അതല്ലെങ്കിൽ മെറ്റലിൻ്റെ ബ്രഷോ വെച്ച് നന്നായിട്ട് ഇത് കണക്ക് തേച്ച് കഴുകി എടുക്കുമ്പോൾ നല്ലതുപോലെ വെട്ടിത്തിളങ്ങും കേട്ടോ. ഇപ്പോൾ ഒരുപാട് നാളായതാണെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾ. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പോലെ തന്നെ ഇരിക്കും. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് ആയിരിക്കാം. ഇതിപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.